ഇതാണ് സർപ്രൈസ് അല്ലേ? എന്റെ ബർത്ത്ഡേയുടെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട രണ്ടുപേരാണ്, ഡാഡി മമ്മിയുടെ ഡ്രസ്സിങ് അത് കാണിച്ചു തരാം. അപ്പൊ ഇന്നൊരു സ്ട്രോബെറിയുടെ ആഘോഷമായിരിക്കും, ഒരു സ്ട്രോബെറി മയമുള്ള ബർത്ത്ഡേ വ്ളോഗ് ആയിരിക്കും. ഫ്രഷ് സ്ട്രോബെറി, ചോക്ലേറ്റ് ഫോണ്ടു, ഫ്രഷ് സ്ട്രോബെറി മിൽക്ക് ഷേക്ക്, strawberry hot chocolate, yogurt and honey with white and red strawberry. So happy birthday to me. മുക്കി ഇളക്കി കുറച്ചുകൂടെ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് ഒലിപ്പിച്ച് ഓക്കെ വേദു, അപ്പയ്ക്ക് അറിയില്ല അപ്പയ്ക്ക് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. കേക്കൊന്നും കിട്ടിയില്ല, പക്ഷെ ചെറിയൊരു കപ്പ് കേക്ക് ആയിപ്പോയി. ഓക്കെ, അപ്പം അമ്മ റെഡി എന്ന് പറയുമ്പോൾ പയ്യെ റൂമിൽ പോയിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടണം. ഓക്കെ, ഡൺ. ക്യാൻഡിലില്ലടോ, ക്യാൻഡില് തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. കേക്കേ കിട്ടുന്നില്ല, പിന്നെ ആ ക്യാൻഡിലും അല്ലേ? അപ്പം ഇത് കാണുമ്പോൾ എന്ത് പറയുമെന്തോ അല്ലേ? അപ്പാട്ട് പറയണം നമുക്ക് കൊച്ചി പോയിട്ട് വലിയ കേക്ക് കട്ട് ചെയ്യാം എന്ന് പറയണം. ഓക്കെ ഓക്കെ, ഡൺ. ഓക്കെ, നമുക്ക് അമ്മ ബാക്കി വരാം. ഓക്കെ, അമ്മ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണേ ഹാപ്പി ബർത്ത്ഡേ സോങ്. ഓക്കെ ഓക്കെ, റെഡിയാണോ? ഓക്കെ, അമ്മ ഡോർ തുറക്കാൻ പോവാണേ. തുറക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു പാടണം കേട്ടോ. ഓക്കെ ഓക്കെ, റെഡി? 1 2 3. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. നീ ഇതിനെ ദില്ലെന്ന് പറയുന്ന അപ്പാന്ന് പറ. ദില്ല ഹാപ്പി ബർത്ത്ഡേ ടു യു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സർപ്രൈസ് കേക്ക്? പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അതെ, കപ്പ് കേക്ക്. വേദു, എന്താ അമ്മ പറയാൻ പറഞ്ഞേ? അപ്പടുത്ത് കൊച്ചി പോകുമ്പോ അപ്പൊ മെനി 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 ഹാപ്പി റിട്ടേൺസ് ആഫ്റ്റർ ഡേ. താങ്ക് യു. അപ്പ കുമ്മ കൊടുക്ക. ഹാപ്പി ബർത്ത്ഡേ അപ്പ. ഞാൻ ഈ വർഷം മൊത്തം പറഞ്ഞ കേക്കും അപ്പ പറ അല്ലേ? സോറി, കേക്കും കിട്ടിയില്ല, ക്യാൻഡിലും കിട്ടിയില്ല. എല്ലാ വർഷവും അതെ, അങ്ങനെയാണല്ലോ. അത് എല്ലാ വർഷവും നമ്മൾ യാത്രയല്ലേ, പിന്നെ ഇങ്ങനെ ബർത്ത്ഡേക്ക് വീട്ടിലിരിക്കണല്ലോ. അപ്പൊ എന്തായാലും നാളെ അടിച്ചു പൊളിക്കാം. നാളെ നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ ബിഗിൻ. ഓക്കെ, ഡൺ ഡൺ ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ഞാൻ എപ്പോ വാങ്ങിച്ചറിയാലോ? എനിക്ക് നേരത്തെ ഇട്ടത് സർപ്രൈസ് ഒന്നും അല്ല, നേരത്തെ ഇട്ട് നോക്കിയിട്ട് സൈസ് പറ്റാതെ മാറ്റിയെടുത്തത്. ഇതാണ് സർപ്രൈസ് അല്ലേ? നോക്കട്ടെ, ഡാഡി തന്ന ഷർട്ട് നോക്കട്ടെ. ബ്ലാക്ക്. ഇത് ഇന്ന് ഇടുവോ? ബർത്ത്ഡേ ആയിട്ട് ഈ ഷർട്ട് വേണ്ട, അത് ഇടോ? അന്ന് ഇന്ന് ഇത് ഇട്, നാളെ അത് ഇടാം. ഇത് രണ്ടും ഒരുമിച്ച് ഇടാം അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ആയതുകൊണ്ട് താങ്ക് യു എവരിവൺ ഫോർ യുവർ വിഷസ് ഓൾസോ. എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇത് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല, നമ്മൾ ഇവിടുത്തെ വെതറും ഇവിടുത്തെ ഒരു ആംബിയൻസും എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യും. വൈകുന്നേരം കേക്ക് കട്ട് ചെയ്യും. ശരി. ഞങ്ങളുടെ താമസിക്കുന്ന തൊട്ട ബാക്കില് ഒരു വലിയ ഫാമാണ്. എന്ത് ഫാമാണെന്നറിയോ? സ്ട്രോബെറി ഫാം. ഇവിടുത്തെ ഏറ്റവും നല്ല ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കാമറൂൺ ഹൈലൻഡ്സ് എന്ന് പറയും. ഇറ്റ്സ് ലൈക്ക് മൂന്നാർ ഓഫ് കേരള. പക്ഷെ ഞാൻ ഇതുവരെ ഇവിടുത്തെ ഒരു വ്ളോഗ് കണ്ടിട്ടില്ല. സോ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്താണ്, നല്ല വെതർ വിച്ച് ഇസ് ലൈക്ക് ഗിവ്സ് മി ദ മോസ്റ്റ് ഹാപ്പിനെസ്. ഒരു മൂന്നാർ പോലത്തെ വെതറാണ്. ഉച്ചയ്ക്ക് 12:30 എന്നിട്ടും വെതർ കണ്ട ഓൾമോസ്റ്റ് ഒരു 24-25 ഡിഗ്രീസേ ഉള്ളൂ. സോ എന്തായാലും നമ്മൾ ഇവിടെ പോകുന്നതായിരിക്കും. അതിനു മുമ്പ് നമ്മൾ ലഞ്ചൊക്കെ ഒന്ന് കഴിക്കാൻ പോകും. സോ ലഞ്ചും ഞാൻ ആക്ച്വലി സ്പെഷ്യൽ സ്ഥലങ്ങളൊക്കെ നോക്കി, പക്ഷെ ഡാഡിക്കും മമ്മിക്കും കുറച്ച് ഫുഡ് റെസ്ട്രിക്ഷൻസും കഴിക്കാനൊക്കെ പാടുള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ ക്യാൻസൽ ചെയ്ത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ആയിട്ട് സാധാരണ സ്ഥലത്തൊക്കെ ആയിരിക്കും പോകുന്നത്.
ഗൈസ് ഇന്ന് എൻ്റെ ബർത്ത്ഡേയുടെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട രണ്ടുപേരാണ്. ഡാഡി മമ്മിയുടെ ഡ്രസ്സിങ് അത് കാണിച്ചു തരാം. ഞങ്ങളൊരു തമിഴ് റെസ്റ്റോറൻറ്റ് കണ്ടിരുന്നു. സോ ഇവർക്ക് വെജിറ്റേറിയൻ ഫുഡും കഴിക്കാം ആൻഡ് സദ്യ പോലത്തെ മലേഷ്യൻ സംഭവമാണ്, എന്നാലും അവിടെ തന്നെ വരാമെന്ന് വിചാരിച്ചു. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇതൊക്കെ ഞാൻ നാളത്തെ വ്ളോഗിൽ കാണിക്കും. സാറിന് നാളത്തെ വ്ളോഗാണ് ഞങ്ങൾ ആദ്യമേ ഷൂട്ട് ചെയ്ത വീഡിയോ. ഡാഡിയുടെ ഡ്രസ്സിങ് ഒരു രക്ഷയില്ല. നോക്കിക്കേ, എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഡാഡി ഇട്ട ഡ്രസ്സ് ഒരു രക്ഷയില്ല. കുർത്ത ഒരു ലിനൻ അല്ല, ഒരു സ്പെഷ്യൽ ടൈപ്പ് പാൻസ് ആണ്. ഭയങ്കര സ്മാർട്ടായിട്ടുണ്ട് ഡാഡി. ഒരു ഫോട്ടോ എടുത്ത് ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് സദ്യ കഴിക്കാമല്ലോ. ആ മമ്മിയുടെ ഡ്രസ്സ് ഞാൻ പറയില്ല, ഡാഡി മമ്മി ഭയങ്കര സ്റ്റൈലിലായിട്ട് അടുത്ത് വന്നിരിക്കുന്നത്. ഇത് രണ്ടുപേരും മാച്ചിങ്ങും ആണ്. നോക്ക്, ഡാഡി മമ്മി മാച്ചിങ് ആണ്. ഇത് നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ്. ഒരു എപ്പിസോഡ് പ്രിറ്റി പ്ലേസ്, പക്ഷെ മമ്മിയും ഭയങ്കര ക്ലാസി ആയിട്ടുണ്ട്. ഏത് പ്രിറ്റി പ്ലേസിന്റെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. വേദു ആണെങ്കിൽ മാരിയോയും ഹുഡും എല്ലാം ഇട്ട് സൂപ്പറായിരിക്കുന്നത്. പ്രിയ ബാക്ക് ഓഫ് ഫാഷന്റെ ഇത് നമ്മൾ കാണിച്ച ഡ്രസ്സ് തന്നെയാണ്. നമ്മള് ഹാപ്പിയാണ് കേട്ടാ. എന്തായാലും ഇഷ്ടം മാതിരി നോൺ വെജ് ഉണ്ട്. ആൻഡ് ഒരു കോയിൻസിഡന്റ്ലി ഒരു സദ്യ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി മലേഷ്യ വന്നിട്ട്. ഉച്ചയ്ക്ക് ബർത്ത്ഡേക്ക് സദ്യ കഴിക്കുന്ന ഒരു സന്തോഷം തന്നെയാണല്ലോ. നോക്കിക്കേ, മലേഷ്യ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുഡിന് ഒരു കുഴപ്പം കാണില്ല. കാരണം തമിഴ് കൾച്ചർ ഇഷ്ടംമാതിരി ഉള്ളതാണ്. ബിരിയാണി വരെ ഉണ്ട്. എന്നാ ഒരിക്കലും പ്രതീക്ഷയില്ല ബർത്ത്ഡേക്ക് സദ്യ കാണുന്നത്. അത് വിത്ത് മൈ ഫേവറേറ്റ് ചിക്കൻ ഫ്രൈ. സോ ചോറ്, പപ്പടം, കുക്കുംബർ, തോരൻ, കടല, ചിക്കൻ ഫ്രൈ, മീൻ കറി, വെജിറ്റബിൾ കറി. ഇതാണ് ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത്. മമ്മി ബർത്ത്ഡേക്ക് സദ്യ കഴിക്കാന്ന് വിചാരിച്ച പായസത്തിന്റെ കുറവുണ്ട്. ആ ഇത് കൊള്ളാം കേട്ടോ. ചിക്കൻ കറിയില് നല്ല ഒരു പീസ് ഓഫ് ചിക്കൻ ഫ്രൈ. ഡാഡി പറയാ ഇതൊക്കെ കാണുമ്പോ എനിക്ക് കൊതിയാവുന്നത്. എസ്പെഷ്യലി നമ്മുടെ ചീനമല്ലയുടെ മറ്റേ കരിമീൻ പൊള്ളിച്ചത് കണ്ടപ്പോ മറ്റേ അപ്പൊ തന്നെ അപ്പൊ ഡാഡി ഇപ്പൊ ഡയറ്റ് ഭയങ്കര കൺട്രോൾഡ്. ക്രിയാറ്റിനും കൂടാതിരിക്കാനായിട്ട് അങ്ങനെ തന്നെ പോട്ടെ. ഇപ്പൊ പപ്പടം, പക്ഷെ എനിക്കിത് ജോലിയുടെ ഭാഗം ഇത് ചെയ്തല്ലേ പറ്റൂ. നോക്കട്ടെ, ഇതെല്ലാം കൂടെ പിടിച്ച മീല് വേർത്താണോ നോക്കട്ടെ. നല്ല മൈൽഡ്ലി സ്പൈസി ചിക്കൻ കറിയാണ്. ചിക്കൻ ഫ്രൈ നമ്മുടെ ചിക്കൻ 65 ഒക്കെ ഒരു അടിപൊളി. സോറി, ബാംഗ്ലൂർ ചിക്കൻ കബാബ്സ് കിട്ടില്ലേ, ആ ഒരു ടേസ്റ്റ് അടിപൊളി. ഡാഡി എങ്ങനെയുണ്ട് പൊറോട്ട? ഭയങ്കരമായിട്ട് ഡാഡി എൻജോയ് ചെയ്തു. മൂന്നാമത്തെ അത് കഴിക്കുന്നത് ആലോചിച്ച് നോക്ക്, അത്ര ടേസ്റ്റിയാണ്. മമ്മിയുടെ ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പറാ. ഞാൻ എന്തെങ്കിലും കുറ്റം പറയുന്നത്. മീൽസാ ആ ചിക്കൻ ഫ്രൈ കൂടെ വന്നപ്പോ പക്കേ സെയിം തിങ്ങാ. അതിലൂടെ ചിക്കൻ ഫ്രൈ വരുന്നേ ഉള്ളൂ. നമ്മൾ ഇത്രയും ഫുഡ് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ കഴിച്ചിട്ട് 1080 റുപ്പീസ്. ചിക്കൻ ഫ്രൈ, 2 ചിക്കൻ മീൽസ്, ഒരു ബിരിയാണി. പോകുന്നവരെ ഇവിടെ കഴിച്ചാൽ മതി. അയ്യടാ, അപ്പൊ പുതിയ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യണ്ടേ? അത് കുഴപ്പമില്ല. അപ്പൊ പോർക്കും താറാവൊക്കെ എങ്ങനെ കഴിക്കും? നമ്മുടെ ഇവിടെ തന്നെ അടുത്ത് ഒരു സ്ട്രോബെറി ഫാം ഉണ്ട്, അങ്ങോട്ട് പോകണേ. ഇപ്പം ഞാൻ കണ്ടില്ല അവരവിടെ ഫുഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡാഡി മമ്മിയുടെ ഒക്കെ സന്തോഷം. സോ ഞാൻ ആക്ച്വലി ഇവിടെ പ്ലാൻ ചെയ്ത് ഇവിടെ കാമറൂൺ ഐലൻഡ്സിൽ ലേക്ക് ഹൗസ് എന്ന് പറഞ്ഞ ഒരു 5 സ്റ്റാർ റിസോർട്ട് ഉണ്ട്. അവിടെ ഒരു ഭയങ്കര ഒരു ഇംഗ്ലീഷ് സെറ്റപ്പിലുള്ള പക്ക ഇതിപ്പോൾ ഒരു യൂറോപ്യൻ ടൗണിൻ്റെ രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഭയങ്കര ഒരു 5 കോഴ്സ് മീലൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് ലഞ്ചിന്. പിന്നെ അവർ രാവിലെ എന്നോട് പറഞ്ഞ് നമുക്ക് സദ്യ പോലത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് എന്തെങ്കിലും കിട്ടണം, കാരണം ഇന്നലെയും ഫുഡൊന്നും അത്ര ശരിയായില്ല. അങ്ങനെ വിചാരിച്ചു അതാ പോട്ടെ, എല്ലാവരും ഹാപ്പി ആകുമ്പോൾ പിന്നെ നമ്മളും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണ്, എല്ലാം ഹാപ്പിയാണല്ലോ. സോ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഫുഡ് വ്ളോഗ്സ് ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആക്ച്വലി ഈ ഫുൾ ട്രിപ്പിൽ അങ്ങനത്തെ ആയിരിക്കും. ഫുഡ് വ്ളോഗ്സ് പറ്റുമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി എവിടെയെങ്കിലുമൊക്കെ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഇവിടുത്തെ ഒരു കീട്ടില് ഈ സ്ഥലത്തെ സ്ട്രോബെറീസ് ആ ലൈക്ക് ഫ്രം ഹെവൻ എന്നാണ് പറയുന്നത്. എക്സ്പോർട്ട് ക്വാളിറ്റി സ്ട്രോബെറീസ് ആണ്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫാമിലേക്കാണ് പോകുന്നത്. ആൻഡ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ രാവിലെ കാണിച്ചില്ല, അങ്ങോട്ട് പോകുന്നത് വരുന്ന ഒരാൾ മങ്കീനെ പോലെ. സോ ഇവിടെ ഈ സ്ഥലത്ത് സ്ട്രോബെറിയുടെ എന്ത് കഴിച്ചാലും അടിപൊളി. സ്ട്രോബെറി മിൽക്ക് ഷേക്ക്, സ്കോംസ്. ഡാഡി മിസ്സിങ് കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഡാഡി ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകാൻ നല്ല വെതറുമാണ്. സ്ട്രോബെറിയുടെ എന്ത് കഴിച്ചാലും അടിപൊളിയാണെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഇന്നൊരു 4-5 സ്ട്രോബെറി സംഭവങ്ങളും കഴിക്കുന്നതായിരിക്കും.
എന്തേ ഇല്ല എവിടെ എവിടെയും ഡാഡി മിസ്സിംഗ് ആണ്. എന്തേ ഓടി ക്ഷീണിച്ച് ഡാഡി നിന്ന് നിപ്പില് ഞാൻ പറഞ്ഞില്ലേ മിസ്സിംഗ് ആവുന്ന ഒരാളാണ്. തപ്പാൻ പോയ മമ്മിയും ചെയ്തു. എക്സ്പ്രഷൻ നോക്ക് കേട്ടോ. കിട്ടിയാ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഡാഡിനെ അവിടെ നിന്ന്. ആ കള്ളന്മാര് പിടിച്ചോണ്ട് വന്നു. ഡാഡി എവിടെ പോയി ഇത്രയും നേരമായിട്ട്? മമ്മി കരയാണ് ഡാഡിയെ കാണാനില്ല. ആ എവിടെ പോയി പറഞ്ഞില്ല അല്ലേ? ഇതാണ് ആ എന്റെ ഡ്രസ്സ്. ഇത് പ്രിയ തന്നത്. ഇവിടെ തേക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല. ഇത് ആക്ച്വലി നേരത്തെ തന്നതാണ്. ഒരു 1 month ആയി തോന്നുന്നു. പിന്നെ സൈസ് കയറാത്തത് കൊണ്ട് കൊടുത്ത് വേറെ സൈസ് എടുത്ത ഷർട്ടാണ്. ഒരു മാസം മുന്നേ ഞാൻ പ്രിപ്പയർ ചെയ്തു പ്ലാൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ കൊള്ളാല്ലേ? മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഷർട്ട് അത് പാന്റിന്റെ ഇത് സാറയുടെ പാന്റ്, ഷൂസ് അഡിഡാസിന്റെ മറ്റേ വാട്ടർ പ്രൂഫ് ഷൂസ്. മഴയൊക്കെ പെയ്യുന്ന വിചാരിച്ചു കൊണ്ടുവന്നു. പക്ഷെ മഴയൊന്നും ഇല്ല. ഞാൻ വേറെ മാലയും ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അത് ഗോവയിന്ന്. അതെല്ലാരും കണ്ണാണല്ലോ ഒരു ഏഞ്ചൽ വിങ്സ്. അത് കൊണ്ടുവരാൻ മറന്നുപോയി. ബെസ്റ്റ്. അപ്പൊ പോയി സ്ട്രോബെറി പറിക്കാം. കീ ഒന്നും ഇല്ല. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലെ പുതിയ വീഡിയോഗ്രാഫർ ഫോട്ടോഗ്രാഫർ ആണ് മിസ്റ്റർ വർദ്ധാൻ. വേദു എടുത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യാം. വേദു എടുത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യണേ. ഇത് നമ്മുടെ അപ്പാർട്ട്മെന്റ് ആണ്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ ബ്ലോഗ് ഒക്കെ നാളെ വരുന്നതായിരിക്കും. ഈ ബാക്കിൽ ഏറ്റവും വലിയ സ്ട്രോബെറി ഫാം. പിന്നെ ആർക്കും സ്ട്രോബെറി ഇഷ്ടമല്ലാത്തതുകൊണ്ട് സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റും സ്ട്രോബെറി മിൽക്ക് ഷേക്കും ഫ്രഷ് സ്ട്രോബെറീസ് ഒന്നും ആർക്കും വാങ്ങി തരുന്നതായിരിക്കില്ല. ആർക്കും ഇഷ്ടമല്ലല്ലോ. ആർക്ക് എന്ത് ഇഷ്ടം? അത് സത്യ. അപ്പൊ ഇന്നൊരു സ്ട്രോബെറിയുടെ ആഘോഷമായിരിക്കും. ഒരു സ്ട്രോബെറി മയമുള്ള ബർത്ത്ഡേ വ്ളോഗ് ആയിരിക്കും. ബിഗ് റെഡ് സ്ട്രോബെറി ഫാം എന്നാണ്. ഫുൾ ഒരു സ്ട്രോബെറിയുടെ മയമാണ് ഇവിടെ മൊത്തം. സ്ട്രോബെറി കഫേ സ്ട്രോബെറി. അയ്യോ ഡാഡി വേണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. മാനിഫെസ്റ്റേഷൻ. ഡാഡി എന്ത് ടീ വേണമെന്നാ പറഞ്ഞത്? എന്ത് ടീ വേണമെന്നാ പറഞ്ഞത്? ഇവിടെ മിക്കവാറും കാണും. നല്ല സ്ഥലം കേട്ടാ. കൊറേ കഫേസും സ്ട്രോബെറി ഡ്രിങ്ക്സും പ്ലേ ഏരിയ. ഫാം എവിടെയാ? മുകളിലേക്കായിരിക്കും ഫാം. സ്ട്രോബെറി ഇവിടെ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ഉണ്ട്. അങ്ങനെയല്ല, നമ്മള് ഡിപ്പ് ചെയ്യണം. അതിന് മുമ്പ് ഒന്ന് സ്ട്രോബെറി ഫാം കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് മൂന്നാറിൽ വരെ, ഊട്ടിയിൽ എവിടെയെങ്കിലും ഒക്കെ കാണും. ഞങ്ങൾ ഇതുവരെ എവിടെയും പോയിട്ടില്ല സ്ട്രോബെറി ഫാമിലേക്ക്. ദേവേതു സ്ട്രോബെറീസ് തൂങ്ങി കിടക്കുന്നത് കണ്ടാ? കണ്ടാ? നൈസ് നോ? നമ്മുടെ നാട്ടിലുണ്ടല്ലോ സ്ട്രോബെറി ഫാം. ഇതേമാതിരി കവർ ചെയ്യണം. ഡാഡി ചെയ്യാൻ പോവാന്ന് വീട്ടില് നമ്മുടെ വെയിലുണ്ടാവില്ലല്ലേ ഞങ്ങളുടെ. ചെയ്യൂ ഡാഡി. മമ്മി ഇതോടെ പറിച്ചു കളയണേ. അവക്കാഡോ അത് പറഞ്ഞല്ലോ. ആ അതിനൊരു ഉത്തരം പറ. എത്ര സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളോട് ചോദിക്കുന്നതെന്ന് അറിയോ? അവക്കാഡോ എന്താന്ന് പറയാ, അത് വേറെ ഏതോ കാട്ടുചെടി മുകളിലേക്ക് വന്നു. അപ്പൊ ഞാൻ ഗാർഡനറോട് ചോദിച്ചു ഇത് അവക്കാഡോടെ. അയാൾ പറഞ്ഞു അല്ലെന്ന്. ഞാൻ പറഞ്ഞു കട്ട് ചെയ്ത് കളയാം. അല്ല, ഇപ്പൊ ഞങ്ങളുടെ വാഷ് ചെയ്യുന്ന ഏരിയയുടെ തൊട്ടപ്പുറത്ത് അതേമാതിരി രണ്ട് മതിലിനപ്പുറത്ത് അപ്പുറത്തെ വീട്ടിൽ അതേമാതിരത്തെ 2 ചെടി. അതില് മുഴുവൻ ചൊറിയാമ്പുഴു. ഇതില് നമുക്ക് വേണമെങ്കിൽ പറിക്കാം. പക്ഷെ പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറെ പറിക്കണം. അതിന് മിനിമം പേ ചെയ്യണം. അതിനെക്കാട്ടി പേര് നമ്മൾ അവിടെ നിന്ന് വാങ്ങി കഴിക്കുന്നല്ലേ. നല്ല രസമുണ്ട് അല്ലേ? ഇത് പച്ച സ്ട്രോബെറി. ഇത് ഇങ്ങനെ കിടക്കും. പഴുത്ത് കഴിയുമ്പോ ഇങ്ങനെ വരും. നല്ല ജ്യൂസിയാന്ന് കേട്ടെ. കഴിച്ചു നോക്കണം. ഈ ഹൈപ്പ് മാത്രമാണോ എന്ന് അറിയില്ല. കാമറൂൺ ഐലൻഡ്സിലെ സ്ട്രോബെറി ഭയങ്കര പോപ്പുലറാണ്. വിത്തിട്ടിട്ട് ഇങ്ങനെയാണ് അതിനെ ചെയ്യുന്നത്. സ്ട്രോബെറി മുളയ്ക്കുന്നത്. കാരണം ഇത് പൈപ്പ് വെള്ളം നനഞ്ഞോണ്ടിരിക്കും. ഡാഡി ഈ ടെക്നിക്കൊക്കെ പഠിച്ചാൽ നമുക്ക് വീട്ടിൽ ചെയ്യാം. ഇത് എന്താ? ഇത് ലെറ്റ്യൂസ് ആണ്. ചെയ്യുന്നവർക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊന്നും പറഞ്ഞ് മെനക്കെട്ട് നമ്മൾ മെനക്കെട് മമ്മി. വേറെ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ അയ്യോ രാവിലെ എന്റെ മൂത്ത മോളുടെ ഷോപ്പിൽ പോണം. ഷോപ്പില് നോക്കണം. ഉച്ചയ്ക്ക് ശേഷം എന്റെ രണ്ടാമത്തെ മോളുടെ ഷോപ്പിൽ പോണം. വൈകുന്നേരം എനിക്ക് സീരിയൽസ് ഒക്കെ കാണും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇതെന്താ തൊട്ടാ പൈസ കൊടുക്കണം കേട്ടല്ലോ. സാലഡ്സിലൊക്കെ ലെറ്റ്യൂസ് ഒന്നും അല്ല. ഇത് ലെറ്റ്യൂസ് അല്ല, എന്താന്ന് അറിയില്ല. അപ്പൊ സ്ട്രോബെറി അങ്ങോട്ടൊക്കെ സ്ട്രോബെറി ഫാം ആട്ടാ. ഇത് ജസ്റ്റ് എക്സിബിഷന് വേണ്ടി മാത്രമാണ്. സാമ്പിൾ വെച്ചിരിക്കുവാണ്. ഫാം അങ്ങോട്ട് കൊറേ ദൂരം കിടക്കുന്നുണ്ട്.
ഇത് ലെറ്റ്യൂ. ഇതാണ് ഇത്. ആ ഇതൊക്കെ ധാരാളം ഇതൊക്കെ സുഖമായിട്ട് മമ്മിക്ക് ഡാഡിക്ക് നടാവുന്നേ ഉള്ളു അവിടെ. നല്ല വെയിലല്ലേ ഇതിന്റെ ആ വെയിലത്ത് വളരും ഇതൊക്കെ. ഒറ്റ ലെവലിലിരിക്കുന്നു, ഒരേ ഹൈറ്റില്. അത്രയും മനപ്പൊരുത്തമാണ് ഈ വെജിറ്റബിൾസ് തമ്മില്. അല്ല അവരി നിങ്ങളെ പോലെ തന്നെ. അയാളുടെ ഭയങ്കര വലിയ പരിശ്രമമാണിത്. ആരുടെ? കുറെ ആൾക്കാരുടെ. ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഇതിലൂടെ ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയോ പ്രിയ? സ്ട്രോബെറി വിത്ത് ജെല്ലി ആൻഡ് ഐസ്ക്രീം, സ്ട്രോബെറി വിത്ത് യോഗർട്ട് ആൻഡ് ഹണി, സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ഡിപ്പ്, ഹോട്ട് സ്ട്രോബെറി ഹോട്ട് ചോക്ലേറ്റ്. ഇവിടെ ബോഡി കണ്ടാടേ നോക്കട്ടെ. ഇത് നല്ല സ്ഥലം നോക്ക്, കുട്ടികൾക്ക് വേണമെങ്കിൽ കളിക്കാനും. ക്യാമറ ഈ സ്ഥലം നിങ്ങൾ വ്ളോഗ് നാളെ കാണുമോ മറ്റന്നാളും കാണുമോ? കാരണം മലേഷ്യ അറിയാലോ, നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയി വരാൻ പറ്റിയാണ് മലയാളീസിന്. ഫ്ലൈറ്റ് ഒക്കെ ഭയങ്കര ചീപ്പാണ്. മലയാളത്തിൽ ഏറ്റവും അഫോർഡബിൾ ആയി വരാൻ പറ്റിയ സ്ഥലത്ത് ഇത്രയും അധികം ഒരു മൂന്നാർ പോലത്തെ അല്ലെങ്കിൽ ഒരു ഊട്ടി പോലത്തെ സ്ഥലത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ലെവലിലുള്ള സാധനങ്ങളും അന്നം കാട്ടി പകുതി വിലയുള്ളൂ ഇവിടെ. സ്ട്രോബെറി ഹോട്ട് ചോക്ലേറ്റ്. അപ്പൊ എന്തിനു തുടങ്ങും? ബാക്കിൽ സ്ട്രോബെറി സൺഡേ ഐസ്ക്രീം, സ്ട്രോബെറി സ്ലർപ്പി, ഫ്രഷ് സ്ട്രോബെറീസ് വിത്ത് വിപ്പ് ക്രീം. ഓ പൊളിക്കും. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാം. ഓക്കെ, അപ്പൊ ഇരുന്നോ. പ്ലെയിൻ സ്ട്രോബെറി മതി അടിക്ക്. അതെ, ഇതിലൊരു സ്പെഷ്യൽ ടൈപ്പ് സ്ട്രോബെറി ഉണ്ട്. ആ സ്ട്രോബെറിയില് വേറൊരു ഫ്രൂട്ടിന്റെയും കൂടെ ടേസ്റ്റ് എന്നാണ് സാമ്യമുണ്ട്. എന്താന്ന് പറയുമെന്ന് നോക്ക് കഴിച്ചിട്ട്. അല്ലല്ല, സാധാരണ റെഡ് സ്ട്രോബെറി, ഇത് വൈറ്റ് സ്ട്രോബെറി. വേറെ ഫ്രൂട്ടിന്റെ ഇതുള്ളത്. ഇത് കഴിച്ചു നോക്ക്, വൈറ്റ് കഴിച്ചു നോക്ക്. എന്തുപോലെ ഉണ്ട്? സെയിം സ്ട്രോബെറി ടേസ്റ്റാ, വ്യത്യാസമൊന്നുമില്ല. വൈറ്റ് സ്ട്രോബെറി ഇതിന് മുമ്പ് അങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ. കുറച്ച് പൈനാപ്പിളിന്റെ ടേസ്റ്റ് വരും അവർ പറയുന്നത്. ആ തോന്നുന്നില്ല, പുളി കുറവായിരിക്കും കമ്പയർഡ് ടു നോർമൽ സ്ട്രോബെറി. കുറവല്ലേ? എന്ത്? ഓ പിന്നെ ഓ എന്ത് പൈനാപ്പിൾ ഉണ്ടോ? അതാണ് എന്ന് മമ്മി ഡാഡിക്ക് വാങ്ങിയതാ. മമ്മിക്ക് സ്ട്രോബെറി യോഗർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അതാ ഓർഡർ ചെയ്തേ. ആ ഒരു സ്ട്രോബെറി എടുത്ത് മറ്റേ ഒരു ഒറ്റ കേട്ടാ കടിക്കുന്നൊന്നുമില്ല, ഒറ്റ ഒരു. ആർക്ക്? പ്ലെയിൻ സ്ട്രോബെറി വേണ്ട. ആ ജ്യൂസിൽ വേറെ ഒന്നും മിക്സ് ചെയ്യണ്ടെന്ന്. ആ ഓക്കെ. അല്ല അങ്ങനെയില്ല, സ്ട്രോബെറി മിൽക്ക് ഷേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഫ്രഷ് സ്ട്രോബെറി വെച്ചല്ല ഉണ്ടാക്കുന്നത്, സ്ട്രോബെറിയുടെ ക്രഷ് വെച്ചാ ഉണ്ടാക്കുന്നത്. സ്ട്രോബെറിയുടെ സാധനങ്ങൾ അത് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മമ്മി ഡാഡിയുടെ പ്രിയയുടെ അടുത്തേക്ക് പോവാതിരിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ സമയക്കില്ല, കൈയിട്ട് വാരും. അതുകൊണ്ട് ഫ്രഷ് സ്ട്രോബെറി, ചോക്ലേറ്റ് ഫോണ്ട്യൂ, ഫ്രഷ് സ്ട്രോബെറി മിൽക്ക് ഷേക്ക്, സ്ട്രോബെറി ഹോട്ട് ചോക്ലേറ്റ്, യോഗർട്ട് ആൻഡ് ഹണി വിത്ത് വൈറ്റ് ആൻഡ് റെഡ് സ്ട്രോബെറി. സോ ഹാപ്പി ബർത്ത്ഡേ ടു മീ. മുക്കി ഇളക്കി കുറച്ചുകൂടെ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് ഒലിപ്പിച്ച് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. താങ്ക് യു. മിൽക്ക് ഷേക്ക് ഡാഡി എങ്ങനെയുണ്ട്? സ്ട്രോബെറി ക്രഷും സ്ട്രോബെറി ഐസ്ക്രീമും അതില്. ഡാഡിയുടെ മമ്മിയുടെ സ്ട്രോബെറി യോഗേർട്ട് വിത്ത് ഹണി, അത് ഫുൾ ഫ്രഷ് സ്ട്രോബെറി ആട്ടാ. കൊള്ളാവോ? ഇപ്പൊ വീഴും. ഓ കണ്ടിട്ട് തന്നെ ഒയ്യോ, ആ കട്ടിത്തൈരും ഹണിയും സൂപ്പറാ. ഈ ആദ്യമേ അതെ, ഹോട്ട് ചോക്ലേറ്റ് കുറച്ച് കുടിച്ചിട്ട് ബാക്കി കഴിച്ചാൽ അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല. എങ്ങനെയുണ്ട് സ്ട്രോബെറി ഹോട്ട് ചോക്ലേറ്റ് കൂടെ പറ. നല്ല കട്ടിയുള്ള ഹോട്ട് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് എങ്ങനെയുണ്ട്? ചോക്ലേറ്റിന്റെ ഫ്ലേവർ കുറവാ, സ്ട്രോബെറിയുടെ ഫ്ലേവർ ഒക്കെ ഉണ്ട്. കൊള്ളാവോ? അതോ ഹോട്ട് ചോക്ലേറ്റ് തന്നെയാണോ ബെറ്റർ? ഫോർ എ ചേഞ്ച് ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് അത്രയും വരില്ല, ഇത് കുറച്ചുകൂടെ ലൈറ്റാ. ഇതും ഭയങ്കര മമ്മി തല ഇതുവരെ ആട്ടുന്നത് നിർത്തിയിട്ടില്ല. ഇത് ഞാൻ കഴിച്ചു നോക്കട്ടെ. ഓ അതൊരു രക്ഷയില്ല, അത് ഒരു രക്ഷയില്ല. ഇത് സംഭവം ഭയങ്കര ടേസ്റ്റാ, ഭയങ്കര ടേസ്റ്റാ. ഇത് എല്ലാവർക്കും കൊതി വരും കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഒഴുകണം ഒഴുകണം. മമ്മി ഒഴുക്ക് മാറ്റട്ടെ. ആ ചെടി കഴിക്കാൻ.
ചെടിയോടെ കഴിച്ചു എന്റെ ഹെവൻ ഹെവൻ. നാളെ ഇവിടെ വരുക, അത്രേ ഉള്ളൂ. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നില്ല. ഓരോ സ്ട്രോബെറിയുടെ സാധനങ്ങൾ കഴിക്കാൻ തോന്നുന്നു. ഈ കാണുന്ന മെനുവിലുള്ള 70 ഐറ്റം സ്ട്രോബെറിയാണ്. പാൻ കേക്ക്, സൂഫ്ലെ, ക്രെം ബ്രൂളെ ഇതൊക്കെ കണ്ട. ക്രെം ബ്രൂളെ ഒക്കെ ഉണ്ട് അവിടെ. ഈ ക്രെം ബ്രൂളെ, കാരമൽ സ്ട്രോബെറി. പക്ഷെ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിലും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഫ്രഷ് സ്ട്രോബെറി സോഫ്റ്റ് ആടി, സ്ട്രോബെറി ടീ, സ്ട്രോബെറി ജാം, സ്ട്രോബെറി വേറെ എന്തൊക്കെയോ വാങ്ങിയിട്ട് വരുന്നുണ്ട്. സ്ട്രോബെറി സോപ്പ് ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ വാങ്ങിയാൽ തികഞ്ഞാല്. ഫ്രഷ് സ്ട്രോബെറി വെച്ച് ഉണ്ടാക്കുന്ന സോപ്പ്. അല്ല ഞങ്ങൾ പോകുന്നത് ഈവനിങ്. ഇവിടെ ഹിൽ സ്റ്റേഷൻസ് അറിയാമല്ലോ, എല്ലാം 6 ഒക്കെ ആകുമ്പോഴേക്കും ഇങ്ങനത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ക്ലോസ് ചെയ്യും. അടുത്ത ഞാൻ പോകാൻ പോകുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടിയിലുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ഡീറ്റെയിൽ വ്ളോഗ് ഞാൻ പറഞ്ഞ പോലെ നാളെ വരും. നാളത്തെ വ്ളോഗ് മറക്കാതെ കാണുക. കാരണം അതിൽ ഞങ്ങൾ കൊച്ചി ടു മലേഷ്യ വന്നത് എങ്ങനെയാണ്, റേറ്റ്സ് എങ്ങനെയാണ്, ട്രാവൽ ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് മലേഷ്യ വരാൻ പറ്റുക ചീപ്പായിട്ട്, അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പോകുന്ന സ്ഥലം നിങ്ങൾ ഷോക്ക്ഡ് ആവും. ഒരു ഗ്ലിംസേ ഞാൻ കാണിക്കുന്നുള്ളൂ, പക്ഷേ നിങ്ങൾ ഷോക്ക്ഡ് ആവും. ഒരു മൂന്നാറിൽ അല്ലെങ്കിൽ ഊട്ടിയിൽ അല്ലെങ്കിൽ തേക്കടിയിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനം ഇമാജിൻ എങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. എന്ത് ബ്യൂട്ടിഫുൾ ബാക്ക് ഡ്രോപ്പാന്ന് നോക്ക്. സ്ട്രോബെറി ഫാം, എന്തൊരു ഫുഡ്. എത്ര നേരം വരുന്നല്ലേ അന്നോട്. ക്ലൈമറ്റും അല്ലാതെ സ്ട്രോബെറിയുടെ ഗുണമല്ല അല്ലേ. എത്ര സ്ട്രോബെറി കഴിച്ചു ജീവിതത്തിൽ? ഇത്രയും കഴിച്ചിട്ടുണ്ടോ ഡാഡി? എന്താ ഡാഡി ഇത്? മിൽക്ക് ഷേക്ക്, സ്ട്രോബെറി, ചോക്ലേറ്റ്. ഒരു ചാൻസ് കിട്ടുമ്പോൾ അത് ഉപയോഗിക്കണ്ടേ? അത് സത്യം, അത് കറക്റ്റാ. ഇങ്ങനെയുള്ള സ്ട്രോബെറി ഇവിടെ അല്ലാതെ വേറെ എവിടെ കിട്ടും? അത് കറക്റ്റാ. ഫാമിലും പോകത്തുണ്ടാവില്ല അല്ലേ? ഈവൻ മലേഷ്യ പോയ കോലാലംപൂരിൽ പോയപ്പോൾ ഇങ്ങനെ കിട്ടില്ല. ഈ കാമറൂൺ ഐലൻഡ്സിൽ തന്നെ വന്ന് ഇത് എൻജോയ് ചെയ്യണം. അടിപൊളി അല്ലേ? വാ, ഇനി നമുക്ക് ഇന്നലെ നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസാ. ഞാൻ രാത്രി ഈ സ്ഥലം ഒന്നും കൂടെ കാണിക്കാം. ദിസ് ഇസ് ലൈക്ക് എ എന്റർടൈൻമെന്റ് കോംപ്ലെക്സ്. ഇറ്റ് ഈസ് ഹാവിംഗ് ഫുഡ്, പ്ലേ ഏരിയ, ഷോപ്പിംഗ്, നല്ല വ്യൂ, എവറിത്തിങ് ഇസ് ദയർ. ഇറ്റ് ജസ്റ്റ് ലുക്ക് 70. രാത്രി ലൈറ്റ് വരുമ്പോൾ കാണിക്കാം. ഇതിപ്പോ ഒരു എക്സസൈസ് മെഷീനാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ ബബിള് വരും. എന്തൊക്കെ സാധനങ്ങളാണ് നോക്കി. ഇത് നമ്മുടെ ആപ്പ് വെച്ച് QR കോഡ് ഒക്കെ വെച്ച് ആക്ടിവേറ്റ് ചെയ്യണം. ഓൺ ചെയ്യാൻ 10 മിനിറ്റ് എടുക്കും. ഗെയിം ആകെ 1 മിനിറ്റേ ഉള്ളൂ. ഇവിടെ എന്തോ നമ്മൾ ഫുൾ ടൈം ഫുഡാണ്. ഇപ്പൊ നമ്മൾ ഇറങ്ങി സ്ട്രോബെറി കുടിച്ചിട്ട് കോഫിയും പൊട്ടാറ്റോ ചിപ്സ് ഒക്കെ പോയി കഴിച്ചു. അതിന് നേരെ നമ്മൾ ചിമ്മിണി കേക്ക് കഴിക്കാൻ വന്നു. അപ്പുറത്ത് സ്റ്റാർബക്സ് ഉണ്ട്. രാത്രി ഇനി അടുത്ത ഫുഡ് കഴിക്കണം. എന്തൊരു സ്ഥലമല്ലേ ഇത്? മലേഷ്യ എന്ന് പറഞ്ഞ ഇത് പ്രതീക്ഷിച്ചോ? അതായിക്കോട്ടെ, മലേഷ്യ എന്ന് പറഞ്ഞ ഇത്രയും പ്രതീക്ഷിച്ച ഇഷ്ടമല്ലാത്ത സ്ഥലമായിരുന്നില്ലേ? ഇനി അടുത്ത് പോകുന്നതാ. ഇനി ഇവിടുത്തെ കാണിക്കാനുള്ളൂ. നാളെ മറ്റന്നാളത്തെ വ്ളോഗിൽ കറക്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിലാവും എന്താ ഈ സംഭവം എന്നുള്ളത്. അതെ, ഒരു ഹിഡൻ ജെമ്മാണ് മമ്മീനെ പോലെ. മമ്മി വിറച്ച് കിടക്കുന്നു. എന്തായാലും ആ മമ്മി അവിടെ നിൽക്കുക. ആ ചിമ്മിണി കേക്ക് എടുക്ക്. പാക്കിംഗ് തന്നെ ചിമ്മിണി കേക്കിന്റെ മണം, യൂറോപ്പിന്റെ മണം. പക്ഷെ ഞങ്ങളിത് ബുദപെസ്റ്റിലും പ്രാഗിൽ പോയും കഴിക്കും. നമ്മളല്ല ആ കാണുന്ന ആൾക്ക് ഇരുന്ന് ചിരിക്കും. അല്ല ഇടയില് ഡെയിലി ആസ് യൂഷ്വൽ വേദുവിന്റെ അലവൻസ് ഉണ്ട്. ഡെയിലി വേദുവിന് ഒരു അലവൻസ് ഉണ്ട്. ഇന്ന് ഡെയിലി വേദു വാങ്ങിയതാ ഗ്ലൗസാ. ഡെയിലി അലവൻസ് ഇന്ന് ഗ്ലൗസ്. എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ബാക്കിയുള്ള എല്ലാരും ഉള്ള സെലിബ്രേറ്റ് ചെയ്യുന്ന ഇവിടെ. അവൻ കുഞ്ഞൊന്നല്ലല്ലോ. എന്നിട്ട് നോക്ക് ആരാ കുഞ്ഞിനെ ഇതോടെ സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തിരുത്തുന്നത്. വെറുതെ ഒരു പൈസ ഇട്ടുള്ള പരിപാടിയാ. പോന്ന് ബാക്കില് മമ്മിയുടെ ഈ ഡ്രസ്. ഇനി ഒരു ഹാപ്പി സ്റ്റോറിൽ മൊത്തം ഇതിന്റെ എൻക്വയറി ആയിരിക്കും അല്ലേ? കൊള്ളാം കേട്ടാ. ഇത് വാട്ടർ ഡിസ്പെൻസർ ആണ്. ഇത് നോക്കിക്കേ, ഇതില് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഇതിൽ വെക്കുമ്പോ വെള്ളം വരും. ഭയങ്കര കൂളായിട്ടില്ലേ? ഞാൻ യൂണീക്ക് ആയിട്ടുള്ള ഇങ്ങനെ ക്യൂട്ട് സാധനങ്ങൾ കാണുമ്പോ വാങ്ങും. സ്വർണ്ണം തീയക്കും വാങ്ങാന്ന് പറയുന്നുണ്ട്. ഇതൊന്ന് നോക്ക്, ഇത് എവിടെയാന്ന് ആലോചിക്കുക. ഒരു ടൂറിസ്റ്റ് മൂന്നാർ പോലത്തെ സ്ഥലത്തായി കാണുന്നത്. എന്താ അല്ലേ? അതെ, ഇത് നോക്കിക്കേ, ഒരു ഹൈപ്പർ മാർക്കറ്റ്. എന്ത് സെറ്റപ്പാ നോക്ക്. ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നാളത്തെ വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ എങ്ങനത്തെ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നോക്കി, ഇത് കോലാലംപൂറും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ ഒരു സിറ്റീസിലൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇതൊന്നും ഇല്ലാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് വന്നിരിക്കുന്നത്. സെയിം ലൈക്ക് അവ മൂന്നാർ, സെയിം ലൈക്ക് അവ കൊടൈക്കനാൽ. എന്നിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നോക്കുക അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അടിപൊളി. ബാ, ഇവിടുന്ന് കേക്ക് കിട്ടിയാ വാങ്ങാം. ഫ്ലാറ്റ്സ് ഒക്കെ ടൂറിസ്റ്റിന്, അവിടെ താമസക്കാരും ഇല്ല ആയിരിക്കും.
എയർബിഎൻബി താമസിക്കുന്ന ഡാഡിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര പാടായിരുന്നു. ഇനിയിപ്പോ ഡാഡി ഹാപ്പി ആയി. കാരണം എന്താണെന്നറിയോ, സ്ട്രോബെറി ഡാഡിയുടെ ഫേവറേറ്റ്. അതിന് തന്നെ ഷുഗർ ഫ്രീ ടീ. അത് സ്റ്റീവിയ ഉപയോഗിച്ചിട്ടുള്ളതാണ്. സോ വലിയ ഒട്ടും കേടുമില്ല. എനിക്ക് ജോലിയും കുറവ്. അതെ, പൈസ ചെയ്തില്ലല്ലോ. അതൊക്കെ കൊടുത്തോളാം. ഇത് തപ്പിയാ കിട്ടും, അന്വേഷിക്കും, കണ്ടെത്തും. ഡാഡിയുടെ ലെവലൊക്കെ മാറി കണ്ട. ജാപ്പനീസ് സൺസ്ക്രീൻ ഒക്കെ ഞങ്ങള് വാങ്ങുന്നത് ഇപ്പൊ. കണ്ട, 2 ഡാഡിക്കാ. ആ, അത് തീർന്നു കണ്ട, തീർന്നു. അത് പറ്റില്ല മമ്മി, ഇത് കിട്ടാൻ ഭയങ്കര പാടാ. ഡാഡിയുടെ സ്കിന്നാണ് നമുക്ക് മുഖ്യം. ആ, കണ്ട അല്ലേ? മമ്മി ഡാഡിയുടെ ഗ്ലാമർ ആണ് മുഖ്യം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മമ്മിയുടെ ഗ്ലാമർ. അല്ല, അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും ഇപ്പൊ ബയോവെയർ ആണ് ഉപയോഗിക്കുന്നത്. നാട്ടിലേക്ക് കാട്ടി പകുതി വിലനെ കാട്ടി കുറവാണ്. അതാണ് അവിടെ ഇല്ല മമ്മി, വാ. ഇല്ല, കഴിഞ്ഞു. കള്ള വന്നു ഡാഡി. ഇപ്പൊ ഡാഡി ഇല്ലേ പോക്കറ്റിൽ എന്തോ വേഗം കേറ്റാൻ നോക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പോക്കറ്റിൽ കേറുന്നില്ല, ഇതിൽ കൊണ്ടുവെക്കാൻ. ഡാഡി ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് കാര്യം മനസ്സിലായ. മമ്മി കണ്ടു, മമ്മിക്ക് വേണമെന്ന് പറയുന്ന ഡാഡിക്ക് നേരത്തെ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞേ എന്റെ സ്കിൻ അവര് ടെസ്റ്റ് ചെയ്തിട്ടാ തന്നെ. അപ്പൊ വാ, ഞാൻ എന്റെ സ്കിന്നെ ടെസ്റ്റ് ചെയ്യാണ്ട്. അത് തീർന്നു പോയത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. 2 ഡാഡിക്കാന്ന്. മോളെ 1 മാസത്തേക്ക് ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് 2 ഞാൻ വാങ്ങിച്ചത്. ഇത് ഈ വിലക്ക് കിട്ടില്ലല്ലോ, അത് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ മമ്മിയെ കാണാതെ ഒളിപ്പിച്ച് വെക്കാന്ന് വിചാരിച്ചിട്ട് വീണ്ടുമാണ് പറ്റിച്ചത്. ഇവിടെ കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. ഞാനറിഞ്ഞോ ഇത് ഇത്ര വലിയ സാധനം എങ്ങനെ പോക്കറ്റിൽ കയറും? ഞാൻ പറഞ്ഞ രാത്രി ഞാൻ നിങ്ങളെ ഈ സ്ഥലം ഒന്നും കൂടെ കാണിക്കാമെന്ന്. ഞാൻ നാളെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഒരു അടിപൊളി ബർത്ത്ഡേ ഡേ ആയിരുന്നു. ഒരുപാട് വിഷസ് പറഞ്ഞു. ഞാൻ അതിൽ പറഞ്ഞ പോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടായിരുന്നു. എല്ലാവരോടും പേഴ്സണലി റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരോടും താങ്ക് യു ഫോർ യുവർ ബർത്ത്ഡേ വിഷസ്. ആൻഡ് വിഷസിന് ഉപരി ഒരുപാട് പേര് വിഷിങ് ഗുഡ് ഫോർ മീ ആൻഡ് മൈ ഫാമിലി. അത് ഒരു ഫാക്ടർ തന്നെയാണ്, വലിയൊരു ബ്ലെസ്സിങ് ആണ്. ആൻഡ് താങ്ക് യു എവ്രി വൺ ഫോർ ദാറ്റ്. പ്രിയ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഔട്ട്ലെറ്റ് മോളിലേക്കൊക്കെ പോകുന്നുണ്ട്, ജെൻറ്റിങ് ഐലൻഡ്സിലേക്ക്. സോ അവിടെ പോയി ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു അടിപൊളി ഷോപ്പിംഗ് ബ്ലോഗ് കാണും. പിന്നെ നമ്മുടെ OHF ഫ്ലീ മാർക്കറ്റ് കാലിക്കറ്റിലേക്ക് വരുന്നുണ്ട് September 7th and 8th. എല്ലാവരും വരിക, നമുക്ക് അടിച്ചു പൊളിക്കാം. ഒരു പോസിറ്റീവ് വൈബും ഒരു ഹാപ്പി 2 days നമുക്ക് അടിച്ചു പൊളിച്ച് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ആസ്പിൻ ഹാൾ കാലിക്കറ്റിലാണ്. അതിൻ്റെ പോസ്റ്ററൊക്കെ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും വൺസ് അഗൈൻ ഗൈസ്, താങ്ക് യു ഫോർ ഓൾ യുവർ വിഷസ്. മലേഷ്യയുടെ പ്രോപ്പർ ഡീറ്റെയിൽ ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും. യു വിൽ ബി സർപ്രൈസ്ഡ് അറ്റ് ഹൗ ചീപ്പ് ഇറ്റ് ഇസ്. എന്ത് അഫോർഡബിൾ ആണ് മലേഷ്യ എന്നുള്ള സ്ഥലവും അതിന് എന്ത് സ്റ്റാൻഡേർഡ് ആണെന്നുള്ളത് അറിയുന്നതായിരിക്കും. സോ എന്തായാലും അതൊക്കെ ആയിട്ട് നമുക്ക് ഇനിയുള്ള ഡെയിലി വ്ളോഗ്സിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.